ഇന്ന് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ കേട്ടാ. ബോംബത്തെ ബജാറാണ്. കണ്ടില്ല ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ഞായറാഴ്ച ഒരു 3 തെങ്ങ് കയറാൻ വേണ്ടി കുറേ ദിവസമായി അയാളിങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കണേ. 3 മാസം കൂടുമ്പോൾ 3.5 മാസം കൂടുമ്പോൾ അയാൾ വിളിക്കൂട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-3.5 മാസം കൂടുമ്പോൾ നിങ്ങൾ വിളിക്കണം. തെങ്ങ് അപകടം പിടിച്ച തെങ്ങാ. കണ്ടമാനം നിർത്തിയിട്ട് കഴിഞ്ഞാൽ തെങ്ങുമ്പോൾ തേങ്ങൊക്കെ ആയി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാണ്. അത് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് 3 തെങ്ങ് കയറിയാൽ ഇക്കും സംസുഖാക്കും ഒരു 7,000 റുപ്യ തരുക ആ മനുഷ്യൻ. പിന്നെ അതിന്മേൽ ഒരു 10 ഇളതിനൊക്കെ അയാൾ എടുക്കും കേട്ടോ. അത് വെട്ടി കൊടുക്കുക, പാത്രത്തിൽ ആക്കി കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. സംസുഖാക്കും പൈസ 7,000 റുപ്യ തരും. പിന്നെ ഒരു 500 റുപ്യ വേറെയും തരും. അപ്പോൾ ഇതിന് സംസുഖാക്കും കൊടുക്കും, ഞാനും എടുക്കും. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ആരെങ്കിലും 3 തെങ്ങ് ഇതാക്കി കയറിയിട്ട് 7,000 റുപ്യ തന്നാൽ 7,000 റുപ്യ ആരെങ്കിലും തരുമോ? അവിടെ ഇട്ട് തച്ചുമല്ലോ. കാരണം ചായ ഇറച്ചും പൊറോട്ടൊക്കെ വാങ്ങിത്തരും. എന്നിട്ട് ഒരു മൂലൊക്കെ കൊണ്ട് 4 കുത്തഞ്ഞി പരിസരത്തേക്ക് തന്നെ കാണരുതെന്നും പറഞ്ഞിട്ട് ബോംബെയിൽ തേങ്ങ വീണിട്ട് കാർമക്ക് വീണിട്ട് ആകെ ഇടങ്ങറായിട്ട്. സാധാ ഞാൻ അതിൻ്റെ വീഡിയോ അടഞ്ഞ് വീട്ടിൽ നീട്ടി കൊണ്ടുപോകണില്ല. ഓക്കെ, ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഞങ്ങൾ പണിക്ക് പോവുകയാണ്. ഓക്കെ, ഇവിടെ ഇന്ന് ഞായറാഴ്ച കേട്ടാ. 4/5/2025 വീഡിയോ ആണ്. ഈ തെങ്ങും ഇവിടുത്തെ തെങ്ങും 2 ഒന്നത് അവിടെ അതിൻ്റെ ചൂട്ടിൽ കാറ് നിർത്തിക്കണക്കാണ് വാഹനങ്ങൾ. ഇതാർക്കൊന്നും അറിയില്ല. ഇനി ഇന്ന് കയറാനുള്ള പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇയാൾ കുറേ ദിവസമായി ഇങ്ങനെ വിളിക്കണേ. അപ്പോൾ ഇയാൾക്ക് ഇന്ന് കയറി കൊടുക്കാൻ വേണ്ടി ഞാനും സംശയ്ക്ക് വേണ്ടി വന്നതാണ്. കാരണം ഇയാൾ 3-3.5 മാസം കൂടുമ്പോഴേ സംശയ്ക്ക 3-3.5 മാസം കൂടുമ്പോൾ ഈ മനുഷ്യൻ ഇനിയും സംശയ്ക്കാനെയും വിളിച്ചിട്ട് പണിയെടുക്കും. പക്ഷെ എന്താ വെച്ചാൽ അവിടെ എൻ്റെ തെങ്ങ് ഞാൻ കാണിച്ചാൽ നീട്ടി കൊണ്ടുപോകണില്ല. പണി തുടങ്ങാൻ പോവുകയാണ്. കാരണം ഒരുപാട് നേരം വൈകി കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇങ്ങനെ കൂടിയും കൂടിക്കണം. ഓരോ തെങ്ങിൻ്റെ ചുവട്ടിൽ കാറ് നിർത്തി. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണേ, ഇതിമത്തൊക്കെ പണിയെടുക്കതാ. അവിടെ ഓരോരുത്തരുടെ വീടാണ് കാണുന്നത്. സിമെൻറ്റിൻ്റെ സീറ്റ് ഇട്ടിട്ട് അതിമന്നൊക്കെ ഒരു ഇളനീന്ന് തെറിച്ചാണ്ട് വീണ് കഴിഞ്ഞാൽ അടി വയറച്ച് കിട്ടും. ഞാൻ പറഞ്ഞില്ല, അടി വയറച്ച് കിട്ടലുണ്ടെന്ന് അറിയാം. ഞാൻ തമാസ്കോരെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് വിചാരിക്കും എന്തൊക്കെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുക എന്നുള്ളത്. ബോംബെയിലെ തെങ്ങാണ്. ഒരു മിനിറ്റ് കളിയാ സംശയിക്കൊത്തൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഇതിന് ഇനി സമയം കിട്ടൂലേ. ഇത് ബോംബെയിലെ തെങ്ങ്. അങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങനെ റോഡ് അപകടം പിടിച്ച തെങ്ങ്. അത് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറ്റുള്ളവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്ത് വിടുകയാണ്. പിന്നെ ഈ സാറുണ്ടല്ലോ, നല്ലൊരു മനുഷ്യനാണ്. നമ്മളെ ഇളനീ കച്ചവടം ചെയ്യണ അലിക്ക. അത് കാലിക്കാരുടെ ജ്യേഷ്ഠന് കമർബായും. അപ്പോൾ അലിക്കാൻ്റെ ഗെയർ ഓഫിലാണ് ഇത് വന്നേക്കാൻ. അലിക്കാൻ്റെ അടുത്ത് വന്നിട്ട് തെങ്ങേറാൻ ആളെ കിട്ടണമെന്നാണ്. അപ്പോൾ അലിക്ക ഇതിൻ്റെ നമ്പർ കൊടുത്തു. ഓനല്ല ഇവിടെ ഈ ഭാഗത്തോ വേറെ ആരും കയറില്ല എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ബോരി മുസ്ലിമാണ്. നല്ലൊരു മനുഷ്യനാണ്. നല്ല അത്യാവശ്യം ഇയാളെ ബിൽഡിംഗ് ബംഗ്ലാവാണ്. നല്ല പൈസ ഉള്ളൊരു മനുഷ്യനാണ്. എന്നോട് എല്ലാ സംഭവങ്ങളും എന്നോട് എല്ലാ കഥകളും പറയും. കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ തെങ്ങ് കയറി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടലേ? ഇല്ല, അയാളല്ല, എത്ര സത്യം പറയാം സംസ്കാരം. അല്ലാണ്ട് റസൂലിന് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എത്ര അയാൾ അത്ര 6,000 7,000 എത്ര തരില്ല ഇയാൾ? നമുക്ക് 3 തെങ്ങ് കയറി കൊടുത്താൽ 7,000 റുപ്യ അയാൾ എനിക്കും സംസ്കാക്കും തരും. കാരണം അത് ചെത്തി കൊടുക്കണം. ചെത്തി കൊടുത്തിട്ട് പാത്രത്തിൽ ആക്കി കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക, കായമ്പ് എടുത്ത് കൊടുക്കുക. പിന്നെ ഞാൻ 2-3 തെങ്ങ് കയറിയാൽ എനിക്കൊരു 4,000-5,000-6,000 റുപ്യ വേറെ തരും. പിന്നെ ഒരു 10, 25, 40, 30 ഇളന്നിന് ചെറുതുണ്ടാവും. വലുതൊക്കെ അവർക്ക് കൊടുക്കും. ആ ചെറുതിനോട് കൊണ്ടുപോകാൻ പറയും. അതിൽ 10-500 റുപ്യ അതും കിട്ടും. പക്ഷേ 3 തെങ്ങ് കയറിയാൽ 6,000-7,000 റുപ്യ 7,000 റുപ്യക്ക് 8,000 റുപ്യ കിട്ടും. അത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വിളിച്ചിട്ട് 3 തെങ്ങിന് 7,000 റുപ്യ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് ആൾക്കാർ തച്ചു കൊല്ലും. ആൾക്കാർ ആദ്യം ഒന്നും കൊണ്ടുവരില്ല. നല്ലപോലെ ഇറച്ചും പൊറോട്ടയ്ക്ക് വാങ്ങി തന്നിട്ട് എന്നിട്ടൊരു മൂലൊക്കെ കൊണ്ട് 4 കുത്തലാണ്. നായ്ക്കളഞ്ഞ് ഈ പരിസരത്ത് നിങ്ങളെ കണ്ടുപോകരുത്. കാരണം നാട്ടിലങ്ങനെയാണ്. ബോംബെയിൽ ആളെ കിട്ടണില്ല. രണ്ടാമത്തത് അവർ ഈ സാറുണ്ടല്ലോ 3 മാസം 3.5 മാസം കൂടുമ്പോൾ വിളിക്കും. എന്താ വെച്ചാൽ അതിമത്തെ പനിവില നല്ലപോലെ കിട്ടും. കണ്ടമാനം മാസങ്ങളോളം നിർത്തി കഴിഞ്ഞാൽ അത് തേങ്ങ ആവും. പിന്നെ അതിമ ഓലയൊക്കെ ഉണങ്ങും. അതുപോലെ ഓല ഉണങ്ങിക്കണൊക്കെ. ഇനിയിപ്പോൾ ഇതിമത്തെ പണിയെടുക്കാൻ പോവുകയാണ്. സാധാ കൂടുതൽ നീട്ടി കൊണ്ടുപോകണില്ല. വണ്ടി മാറ്റൂല. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇറക്കണം. കാരണം വെച്ചാൽ വണ്ടി അങ്ങനെ ഓടുമ്പോക്കുകയും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അപകടങ്ങൾ ഏത് സമയത്തും ഉണ്ടായിന്ന് വരും. സാധാ പണി തുടങ്ങട്ടെ. ഞാൻ അതിൻ്റെ ബാക്കി വിട്ടേരുന്നുണ്ട്. ഓക്കെ, ഇന്ന് എത്രാം തീയതി? 4-ാം തീയതി. 4/5/2025 വീഡിയോ ആയിട്ട് കണ്ടോളി നിങ്ങൾ. ഓക്കെ, ആ പണി കഴിഞ്ഞിട്ടാ. ഇത് എങ്ങനത്തെ പണി കഴിഞ്ഞ് സംസുഖ ഓല വെട്ടിക്കൊണ്ടിരിക്കുക. കാറൊന്നും മാറ്റിയിട്ടില്ല. ഇവിടെ കാണി പിന്നെ ഓക്കെ. ഇല്ല, നിങ്ങൾ വെട്ടിക്കോളി. ഇല്ല, ഒന്നുമില്ല. വെട്ടിക്കോളി. പക്ഷെ നല്ല ഉറുമ്പുണ്ടായിരുന്നു. ഉറുമ്പ് കടിച്ചിട്ട്
പരുന്നുണ്ടായിരുന്നു, ഹെൽമെറ്റ് ഇട്ടിട്ടാണ് കയറിയ സാല്ല. ചേട്ടാ എന്ത് ഉറുമ്പാന്ന് പറയാം അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് നോക്കാണ്. എങ്ങനെ നിങ്ങൾക്ക് കാണിക്കേണ്ടതാണ്? കാണണ്ടെങ്കിൽ ആ ഉറുമ്പ് കടിച്ചിട്ട് ചില്ലറ പണി എന്ത് കടിക്കണമെന്ന് അറിയാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ സ്പ്രേ കൊണ്ടുപോകുന്നുണ്ട്. എവിടെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് കൊണ്ടുപോയിട്ട് അടിക്കണേ, സഹിക്കാൻ വയ്യാതെ. കാരണം കുട്ടികൾ ഈ പഞ്ചസാര ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മനുഷ്യനെ കൊല്ലിയ പണിയെടുത്തിട്ട് ഒരു മണിക്കൂർ പിടിച്ചപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കണ്ട ഓല വെട്ടാണ്. ഈ കാറച്ചവിടെ നിർത്തിക്കുക. എന്താ ഇതിനൊക്കെ പറയാം? ഇതിൻ്റെ ഇടയിലിട്ടിട്ട് വേണോ ആ കൊല്ലാണ്ട് വെട്ടിക്കൊണ്ടിരാൻ. चलो सर. हाँ सेठ, अली भाई गाँव से आया. अली भाई को बोलो काम कैसा करते हैं. अली भाई, मोहम्मद भाई 1 नंबर का आदमी है. थैंक यू वेरी मच. और अभी तुमको मिलने का है मेरे को. अली भाई के बाद मेरे को बहुत डायबिटीज हो गया अली भाई. मैं एकदम 2-2:30 बजे तक थक जाता हूँ. अच्छा. अली भाई बोला था आपका याद करता है सेठ ने मेरे को. आपका गाड़ी का मार आता हूँ तुम्हारा गली में बहुत अभी स्कूटर हो गया. बहुत स्कूटर हो गया. गाड़ी लेके नहीं आता हूँ. അലിക്ക എന്താ നിങ്ങളെ അലിക്കാണ് എനിക്ക് ഈ സാറിനെ പരിചയപ്പെടുത്തി തന്നത്. आप पैसा देता ना, मैं अली भाई को देता तो अली भाई लेता नहीं है. बोलता तेरा मेहनत का पैसा मेरे को नहीं चाहिए. बोलता अल्लाह मेरे को बहुत दिया बोलते. അലിക്ക ഇപ്പം ഞാൻ പറയാനുള്ള കൂട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പറഞ്ഞാണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഇൻഷാ അല്ലാ. എന്നാ ശരി. എന്താ നിങ്ങൾ ചിരിക്കണേ? പൊട്ടം മൈമതാക്കാൻ കണ്ട പോലെ 7,000 രൂപ ഉണ്ട്. ആ ഞാൻ പറഞ്ഞു അലിക്ക മേടിക്കലില്ല. അലിക്ക അലിക്കാൻ അനിയണ്ടല്ലേ കാലിക്കാണ്ട് ഞാൻ പറഞ്ഞു അലിക്ക പൈസ ഒന്നും മേടിക്കണില്ല. എന്താ ചെയ്യാൻ? ഇപ്പം കാലിക്ക എന്ത് ചെയ്താൽ കാലിക്ക് വിഷമായി. നമ്മളെ അലിക്കാട് അനിയണ്ടല്ലോ, നമ്മുടെ കാലിക്ക് എന്ത് ചെയ്തേന്ന് അറിയോ? ഞാൻ ഇത് പറഞ്ഞിട്ട് ഇപ്പം ഒരു വിഷമം ഇങ്ങനെ പോക്കറ്റിൽ ഊതുക. എന്തിനാ അയച്ചേ? അലിക്ക മേടിക്കുന്ന എൻ്റെ പോക്കറ്റിൽ ഇട്ടോട്ടെന്ന് പറഞ്ഞു. അതാണ് ഞായറാഴ്ച 4/5/2005 പാവം ഇന്നലെ ആംപ്ലേറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നേ. ഇന്ന് പാവം കോഴിമുട്ട പുഴുങ്ങിയിട്ട് എനിക്കും സംശയമാക്കും. മാഷാ അല്ലാഹ് തന്ന റഹ്മത്താണ് റബ്ബേ. ഞായറാഴ്ച ദിവസം അങ്ങനെയുള്ള താക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുക റബ്ബേ. ആരോഗ്യം നിലനിർത്തി കൊടുക്കുക അല്ലാഹ്. ഒരുപാട് കാലം ജീവിക്കുക അള്ളാഹു ദീർഘായുസ് കൊടുക്കണം. ഇങ്ങനെയുള്ള ഓരോ മനുഷ്യന്മാർക്കും അള്ളാഹു ആയുസ് നീട്ടി കൊടുക്കട്ടെ റബ്ബേ. ഒരു രോഗം നീ കൊണ്ടെത്തിക്കല്ല അല്ലാഹ്. കാരണം എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ കുറ്റിപ്പുറമുള്ളതും ആലുവെള്ളത്താണ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത് അള്ളാഹു. മാഷാ അല്ലാഹ്. പണി കഴിഞ്ഞിട്ടാ ഒരു 8-8:30 മണിയാകുമ്പോഴത്തേന് പണി കഴിഞ്ഞ് എന്തുവാ അപകടം പിടിച്ച റോഡ് സൈഡിലെ തെങ്ങ്, ഈ ബിൽഡിങ്ങിലെ തെങ്ങ് അങ്ങോട്ട് പോയിട്ട് ഇവിടെ ഓല കംപ്ലീറ്റ് വെട്ടി പരുന്ത് വന്നിട്ട് തലമ ബീച്ചിട്ടും മുറിയാക്കിയിട്ടും എന്തായാലും ഇൻഷാ അല്ലാഹ് സുബഹ് കഴിഞ്ഞ് 5:30 മണിക്ക് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട് ചായയും കുടിച്ചൊരു ബിസ്ക്കറ്റിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ചായയും കോഴിമുട്ടൊക്കെ പുഴുകി അവിടെ കൊടുത്തു. ഇവിടെ സംസുക്ക വൈകുന്നു കൊടുത്തതിന് എന്തായാലും ഇൻഷാ അല്ലാഹ് ഭയങ്കര ആ ഒരു തെങ്ങിൻ്റെ മുകളിൽ നല്ല ഉറുമ്പ് അടിച്ചിന്. ഇതിൻ്റെ മുകളൊന്നും അങ്ങനെ ഉറുമ്പുണ്ടായിട്ടില്ല, ഒരു സത്യം പറഞ്ഞത്. പിന്നെ മറ്റേ തെങ്ങിൻ്റെ മുകളൊന്നും ചില്ലറ ചെറിയ ഉറുമ്പുണ്ടായിരുന്നു, കുറച്ചുണ്ടായിട്ടില്ല വളരെ. മറ്റേ ആ തെങ്ങിൻ്റെ മുകളിൽ കടിച്ചിട്ട് കൊന്നു മനുഷ്യനെ. എന്തായാലും കുഴപ്പമില്ല. 7,000 രൂപ 6-7,000 രൂപ അയാൾ തരും. പിന്നെ 10,000-2,000 1,500 രൂപ ചെറിയ കരിക്കുണ്ടല്ലോ വലുതൊക്കെ അവർക്ക് കൊടുത്ത് ചെറുത് അയാൾ വേണ്ടായിരുന്നു. വണ്ടിയിൽ വെച്ച് അവർ കട കൊണ്ട് വിറ്റാലോ 1,500-2,000 പെട്ടു. ഇൻഷാ അല്ലാഹ് ഈ കെട്ടാക്കട്ടെ. ഇനി സംശയമൊക്കെ ഇളഞ്ഞ് ചെത്തുന്നതും പിന്നെ ബാക്കിയുള്ള പണികളും കൂടി അങ്ങോട്ട് കൂടിയെടുത്ത് ഇന്നത്തെ കൂടി വളരെ തന്ന റഹ്മത്താണ്. നല്ല അധ്വാനിച്ചിട്ടാട്ടോ. അല്ല നിങ്ങളാരും സങ്കടപ്പെടണ്ട. നിങ്ങൾ ചേർക്കുണ്ടാവും ആ നായി നല്ല കായ് ഉണ്ടാകാൻ കാശ് ഉണ്ടാക്കുന്നുണ്ട്. 10 രൂപ കിട്ടണമുണ്ട്, എന്നും കിട്ടണം. കഴിഞ്ഞപ്പോൾ ഈ പൈസ കിട്ടിയാൽ കറണ്ട് ബില്ല് അടക്കാണ്ട് റൂമിൻ്റെ വാടക കൊടുക്കാണ്ട് ഒരുപാട് ചില്ലറ പൈസ ഉണ്ട്. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ തന്നെ കുറച്ചോ വരുന്നു. എന്നാലും കക്കാൻ പോകില്ല. നല്ല അധ്വാനിച്ച് നീരായിട്ട് ചോര നീരായിട്ട് എല്ലാവരും, ഞാൻ മാത്രമല്ല എന്നെപ്പോലെ അനവധി ആൾക്കാർ വാഹനം ഓടിച്ചിട്ടും പല പണിയെടുത്തും ഒക്കെ അങ്ങനെ ജീവിക്കണത്. അതുകൊണ്ട് അല്ലാഹ് റഹ്മത്തും തരും. ഒരാളെ 1 രൂപ നമ്മളിത് ഒരാളെ പറ്റിച്ച് തിന്നും വേണ്ട. കുറച്ച് കാലം ജീവിക്കണം. എന്തിനാ നമ്മൾ മറ്റവരെ പറ്റിക്കൊണ്ടിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കും, നമ്മളെ ഭാര്യയ്ക്ക് കൊടുക്കും, ഉമ്മാക്ക് കൊടുക്കും. എന്തായാലും കാര്യമുള്ളത് ആ പാവങ്ങളെ കൂടി നമ്മൾ നിരകറ്റി കൊണ്ടിട്ടുണ്ട. നമ്മൾ പഠിച്ചോന്നില്ലെങ്കിൽ നമ്മൾ അതോടെ തന്നെ കയ്യായിട്ട് ജീവിക്കാനില്ല. ഞാൻ എന്തിനും തയ്യാറായി നിൽക്കുന്ന ആളാണ്. കാരണം എനിക്ക് ഒന്നിനും പാകം ചെയ്യാൻ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് തോട്ടുമ്പോൾ നിന്നിട്ട് പറയും എൻ്റെ ജീവിതം അങ്ങനെ എല്ലാവരും കക്കാൻ പോകുന്നില്ല. പക്ഷേ അല്ല കൂടുതൽ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണില്ല. ഇനി ഇറങ്ങി പാവം സംസുഖം കുറേ ഇടങ്ങാറാകും. സംസുഖാക്ക് ഇനി സംസുഖാനെ സഹായിക്കും. സംസുഖ ഇറങ്ങി ചെത്തി കൊടുക്കുമ്പോൾ ഞാനും ചെത്തി കൊടുക്കും. ഞങ്ങളൊരു നല്ലൊരു ജീവിതമാണ് ഞങ്ങളെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇനി വെള്ളം ഇതിൽ നിറക്കണ്ടെന്ന് പറഞ്ഞിട്ടാ 30 ഇളനീനെ അതിൽ നിറക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് നിങ്ങൾ ചെത്തിക്കൂടി ഞാനും വരാം വെട്ടത്തിരുന്നിട്ടേ കേട്ടാ. അവിടെ ഉണ്ടാ ഇതാണ്. ഇത് നമ്മളെ ഷർട്ടാണ്.
അയാൾ ആ സാറിൻ്റെ ഏറ്റവും വലിയ സാറാണ്. ഇത് ചെറിയ സാറാണ്. അത് ഏറ്റവും വലിയ മുതലാളിയാണ് വേറെ. നിങ്ങൾ എത്തി കൊടുക്കിട്ടാ. ഓക്കെ സാർ. അപ്പോൾ ഞങ്ങളെ പണി ഇന്നത്തോട് തീരുകയാണ്. ഓക്കെ ആ അങ്ങനെ അത് ആ പാവം ചെത്തനൊക്കെയാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ മനുഷ്യന്. ഇതെന്ത് ഞങ്ങൾ നിർത്തട്ടെ. നിറച്ചോടി നിങ്ങൾ നിറച്ചോടി. ആ ആ आप है ना जो खोपड़ा पतला होएगा ना हाँ उसका मुंह बड़ा कर देना हाँ तो हम लोग उस चमची से निकाल देंगे. ओके ओके को चाहिए तो आप निकाल के दो. ठीक है देखता चल. എന്താ വെയിലൊക്കെയാണ്. വെയിലുകൊണ്ട് ഷർട്ട് ഇട്ടേച്ചതാ. ചൂട് സഹിക്കാൻ പറ്റണില്ല. ഓരിപ്പോൾ എന്താ ചെയ്യണത്? എന്താ മാറി സംഭവം? ഇതെന്തത്? കൊണ്ടുവരണം. ആ ഞാനും മനസ്സിലായി. അല്ല എനിക്ക് ഞാനിങ്ങനെ നോക്കിക്കായിരുന്നു എൻ്റെ എന്താ ഈ കാട്ടണേന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. ഒന്ന് കറക്കി നോക്കേ. ആ ഇതാണ് സംഭവം അല്ലേ? ഒന്നുകൂടി ഭയങ്കര അപകടം. നീ ഇങ്ങനെയൊക്കെ അടി വയറച്ചിട്ടുള്ള ഞായറാഴ്ചയാണ്. അടിയിൽ പെര ആറ് ആളുകൾ നിൽക്കണ്. ഓക്കെ 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 ശരി. മനു ഇത് എന്താ ബോഡി? സ്റ്റീൽ ബോഡി അല്ല. നാളെ എക്സസൈസ് ചെയ്തപ്പോ മസിൽസ് ഒക്കെ ഭയങ്കര ഇത് കാലും എന്താന്ന് പറയാ ബോഡി കണ്ട. അധ്വാനിച്ച് തെങ്ങുമ്പോ കയറി അധ്വാനിച്ച് ഞാൻ ആലോചിക്കട്ടെ എൻ്റെ ഈ ജോയിസ്റ്റ് ഒന്ന് മസിൽസ് ആകാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണത്? ആ വെട്ടിക്കോ. ഇതിന്റെ രഹസ്യം ഇപ്പൊ ഇതാണ്. തെങ്ങുമ്പോ കയറി. ആ ഓക്കെ വിട്ടോ. അല്ല എന്ത് എനിക്കും എങ്ങനെ ആകണമെന്നുണ്ട് ബോഡി. എന്താ ചെയ്യണ? കുറെ ആൾക്കാർ കണ്ടില്ലേ ചോപ്പാട്ടിയിലായിട്ടും ഇവിടെ ആയിട്ടും രാവിലെ തന്നെ ഓടാനും നടക്കാനും വരെയാണ്. കണ്ടതിൽ കൂടുതലാണ് ഇപ്പൊ. ഇന്നലെ ശിവാജി പാർക്കിൽ കണ്ടില്ലേ? ശരി ശരി. അള്ളാവിൻ കാരുണ്യമില്ല. മാനൂര് പൈസ എത്ര കിട്ടിയെന്നറിയില്ല. 3 തെങ്ങ് കയറി അങ്ങ് ഇപ്പൊ പണി കഴിഞ്ഞ്. എത്ര മാനുവാ? ആ പൈസ കണ്ടില്ല. എത്ര കിട്ടിയ നമുക്ക്? എത്ര കിട്ടി? എണ്ണി നോക്കിയേ. നമ്മ നോണ പറയണെന്ന് വിചാരിക്കും. ആണ് 1 2 3 4 5 6 1 2 3 4 5 മാഷാ അല്ലാഹ്. ഇളനീനുണ്ട് കുറച്ച് ഇളനീണ്ട്. 1000 രൂപയുടെ ഉണ്ടാവുള്ളൂ അല്ലേ? കാരണം അധ്വാനം അതിന്റെ രീതിയിലുള്ള എനിക്ക് താഴെ ഇരിക്കുമ്പോ നെഞ്ചന്റെ കത്തിയാണ്. കാരണം പടച്ചോനോട് ദുആ ചെയ്യണം. പിന്നെ നല്ല അധ്വാനിച്ചിട്ടാണ്. കാരണം അപകടം പിടിച്ച പണിയാണ്. പൊന്നാര മക്കൾ വിചാരിക്കേണ്ട നിങ്ങളൊക്കെ നെഞ്ഞു വെക്കേണ്ട നായി തത്തിരി കായില്ല. 6500 1500 7000 8000 രൂപ കിട്ടിയാണ്. ഇല്ല ഞാൻ പറഞ്ഞുതരാം. കാരണം അപകടം പിടിച്ച പണി ഒരാൾ വേല ഒക്കെ ആൾക്കാരെ കാർമൊക്കെ വീട്ടിൽ പിടിച്ചിട്ടും അയാളിപ്പോൾ ഈ 6000 ഞാൻ ചോദിച്ചതല്ല. അയാൾ സന്തോഷം കൊണ്ട് തരുന്നത്. ആ എല്ലാം ഇവിടെ എന്തായാലും തരൂട്ടാ. പണി കണ്ടെന്താ അറിയോ? ആൾക്കാർക്ക് സന്തോഷം കൊണ്ട് തരികയാണ്. കാരണം വെച്ചാൽ അത്രയും ഡേഞ്ചർ പിടിച്ച പണിയാണ് ഓന് എടുക്കണമെന്നുള്ളത്. അല്ലാതെ വേറെ ഒന്നുമില്ല. കടകൾ കണ്ടില്ലാത്തത്. പിന്നെ ഇവിടെ എത്ര ഒരു മണിക്കൂർ തെങ്ങിൻ്റെ നാട്ടിൽ 1 മണിക്കൂർ കൊണ്ട് 10 തെങ്ങ് 3000 4000 രൂപ ഉണ്ടാക്കി പോകും. പക്ഷേ ഇവിടെ നല്ല അടികൊള്ളും. ഉറുമ്പടി കൊള്ളണം. പരന്തിൻ്റെ കട ആ കിട്ടിയോടത്തോട്ട് മേടിച്ച് പോയി. ഇത് കൂടുതൽ നീട്ടി പോലും ജസ്റ്റുള്ള ഞായറാഴ്ച കഥ വീടിയാണ് നിങ്ങൾ കണ്ടതാണ്. ഇതിൻ്റെ വേർപ്പാണ്. ഇതിൽ ഞാൻ സംശയിക്കും പങ്കുണ്ടാവും. മാഷാ അല്ലാഹ്. പണി കഴിഞ്ഞിട്ടാ അപ്പോൾ ഫേമസ് കുഞ്ഞിപ്പക്കാൻ്റെ ഇളനീ കട. ഇതാണ് ഖബർസ്ഥാനാണ്. സിയാക്കള ഖബർസ്ഥാനാണ്. ഇത് പറിക്കാൻ വേണ്ടി ഒരുപാട് തവണ എന്നെ വിളിക്കലുണ്ട്. ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. എപ്പോഴും വരും എൻ്റെ അടുത്ത്. കാരണം അത് പറിച്ചു കൊണ്ടേക്കൊന്ന് പറഞ്ഞിട്ട്. കാരണം തെങ്ങ് നല്ല ഹൈറ്റുള്ള തെങ്ങാണ്. ഇഷ്ടം പോലെ ഉണ്ട് തെങ്ങിനുള്ളിൽ. ഈ ഫേമസ് കുഞ്ഞിപ്പാക്കാൻ്റെ കട്ടറ തൊട്ടടുത്താണ്. ഞാൻ ഇത് കട്ടാക്കട്ടെ. ഞാൻ നാസ്ത മേടിക്കാൻ വേണ്ടി പോവുകയാണ്. പണി ഇത് ഇത്രയൊക്കെ ഇല്ല. തെങ്ങുമെന്ന് ഇളനീ പറിച്ചപ്പോൾ അത് 10-20 ഉണ്ടാവും. ഇതൊരു 1500 രൂപ മുതലുണ്ടാവും സാധാ. ഞങ്ങളോട് 2-3 ദിവസം മുന്നേ 28-ാം തീയതി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബോംബെ മാനു ഗ്രൂപ്പിൽ ബോംബെ മാനു എന്നുള്ള യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടീനല്ലോ. എൻ്റെ ഉമ്മാക്ക് ഞാൻ എല്ലാ മാസം പൈസ അയച്ചു കൊടുക്കലുണ്ടെന്ന്. ഒരു 3000 രൂപ അതിൻ്റെ പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുക്കലുണ്ട്.
പെണ്ണുങ്ങൾക്ക് 3000 രൂപ അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ആ പൈസ എന്താക്കിയെന്നൊന്നും ചോദിക്കില്ല. കാരണം അത് അവൾക്ക് ജീവിതത്തിൽ ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, പലതും എടുക്കാനും പിടിക്കാനും കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കാനും. അത് ഞാൻ വിട്ടുകൊടുക്കും. എൻ്റെ ഉമ്മാക്ക് ഒരു 3000 രൂപ വിട്ടുകൊടുത്ത് ഇന്നലെ 1-ാം തീയതി വിട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനൊരു ഫോൺ കോൾ വന്നതാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞാൻ പോയില്ലെന്ന് പണിയെടുത്ത് വന്നിട്ട് പൈസ കിട്ടുന്നില്ല. അതാ പറഞ്ഞ തന്തക്കും തള്ളക്കൊക്കെ നമ്മൾ 10 രൂപ അയച്ചു കൊടുത്താൽ നമുക്ക് പറിച്ചോ നമുക്ക് എന്തെങ്കിലും എവിടുന്നേലും അള്ള റഹ്മത്ത് തരും. അത് മാതാപിതാക്കൾക്ക് നമ്മൾ എപ്പോഴും എല്ലാ മാസം പ്രവാസികളോട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ മാസം ഉമ്മാക്ക് ആ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ട്, അച്ഛനായാലും അമ്മ ആയാലും ആരായാലും ശരി, നമ്മളെ പെറ്റ ഉമ്മാക്ക് ആ ഡേറ്റ് ഫിക്സ് ആക്കണം കേട്ടോ. ആ ഡേറ്റ് തെറ്റിക്കരുത്. കാരണം ആ മാതാപിതാക്കൾ എൻ്റെ മോൻ്റെ പൈസ വരും, അത് നിങ്ങൾ 500 കൊടുത്താലും വേണ്ട, 1000 കൊടുത്താലും വേണ്ട, 2000 കൊടുത്താലും വേണ്ട, എൻ്റെ കുട്ടിയുടെ പൈസ വരുമെന്ന് വിചാരിച്ചിട്ട് ആ സ്വപ്നം കണ്ട് കുത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഡേറ്റ് തെറ്റിക്കരുത്. നിങ്ങളെ ഭാര്യയ്ക്ക് വിടുമ്പോൾ ഉമ്മാനോട് വാപ്പാനോട് സങ്കടം പറയരുത്. കച്ചില്ല അമ്മ, ഞങ്ങൾക്ക് പണിയില്ല, ഇതാണ് എന്തുണ്ടെങ്കിലും ശരി, നിങ്ങൾ അവരെ വേദനിപ്പിക്കട്ടെ. അവരാ നിസ്കാരപ്പായാലും ആ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥന അമ്പലത്തിൽ പോയിട്ട് രാവിലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ തന്ത്രി തള്ളതിനും വേദനാപ്പിക്കുക. നമ്മൾ കൊടുത്താൽ മതി. കൊടുത്താൽ നമുക്ക് അള്ള ഒരു മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ എന്തെങ്കിലും അതിൻ്റെ ഫലം കാണിക്കും, തരായിരിക്കും. നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യണം, അല്ലാതെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. പെണ്ണുങ്ങളെ വാക്കിട്ടൊന്നും കൊടുക്കാതിരിക്കുക, ഒന്നും ചെയ്ത്. പെണ്ണുങ്ങൾ പലതും പറയും, അതൊന്നും കേൾക്കാൻ നിൽക്കരുത്. നമ്മളെ പെറ്റമ്മയാണ്. ആ പെറ്റമ്മനെ നമുക്ക് നമ്മളെ മനസ്സിലുണ്ടാവും നമുക്ക് എങ്ങനെയും നല്ല നോക്കണം എന്നുള്ളത്. പക്ഷേ നമ്മളെ പെണ്ണുങ്ങൾക്ക് നമ്മളെ ഭർത്താവിൻ്റെ അമ്മാൻ അത്ര വേദന ഉണ്ടാവില്ല. അവർക്ക് അവരെ അമ്മക്കാരം വരുത്. പക്ഷേ നമ്മളെ മനസ്സിലോ നമ്മൾ ആ ഭാര്യയുടെ അമ്മ ആയാലും നമ്മളെ അമ്മ ആയാലും നമുക്കെല്ലാവരും ഒരുപോലെയാണ്. കാരണം നമ്മളെ കണ്ണിൽ അങ്ങനെയാണ്. നമ്മളെ ഭാര്യയുടെ അമ്മക്ക് എന്തൊരു സുഖമില്ലാതെ നമ്മൾ ഓടിച്ചല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അതിനൊക്കെ നമ്മൾ പൈസ ചിലവാക്കും. പക്ഷെ അവർ നമ്മളെ പറ്റി ചിന്തിക്കണില്ല. അവർ കെട്ടിയ ഭർത്താക്കന്മാരുടെ അമ്മാനും നടന്നിട്ട് നോക്കണം. കാരണം അവർക്ക് ഭാര്യമാർക്ക് നമ്മൾ സ്വർഗം കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കണം, ആ ഉമ്മയുടെ വയറ്റിൽ വന്ന ആ മനുഷ്യനെ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ സ്വർഗം കാണുന്നത്. ഇൻഷാ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ടില്ല. അന്ന് ഹോട്ടലിലേക്ക് വന്നത് നമ്മളെ ഹനീഫാക്കയുടെ ഹോട്ടലാണ്. ഹനീഫാക്ക ഇവിടെ ഇല്ല തോന്നുന്നു, കണ്ടില്ലേ? ഹനീഫാക്കയുടെ ഹോട്ടലാണ്, കേരള റെസ്റ്റോറൻറ്റ്. ഇൻഷാ ഇനി നമ്മളിന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഓക്കെ, അസ്സലാമു അലൈക്കും എല്ലാവരോടും. ഇതാണ് നമ്മളെ ഹനീഫക്കാരുടെ ഹോട്ടൽ. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ടാണ് പൊറോട്ടയൊക്കെ മേടിക്കുക. മാഷാ അല്ലാഹ്. ഇത് നമ്മളെ ബോഡി വാല हनीफ भाई किधर गया? കേരള മുസ്ലിം ജമാഅത്ത് में गया. ഇതാ ഇൻഷാല്ലാ 4/5/2025 വീഡിയോ. ഓക്കെ, ബോംബെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്, വന്നോളി. എന്നിട്ട് ബന്ധപ്പെട്ടാലും മതി. നിങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്നുണ്ട്. താമസിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ റേറ്റ് കുറവുകളൊക്കെ ഞാൻ ചെയ്തു തരുന്നുണ്ട്. അല്ലാതെ നിങ്ങളെ ഒരു കമ്മീഷൻ കിട്ടണോ, നിങ്ങൾക്ക് 100 രൂപ ആ നെയ്യത്തൊന്നും നിൽക്കുക, ആരാൻ്റെ പൈസ ഒന്നും എനിക്ക് വേണ്ട. ചോര നീരായിട്ട് അധ്വാനിച്ചിട്ട് ആ പൈസ കൊണ്ട് ആയിക്കോട്ടെ വേറൊരുത്തൻ്റെ പണം ശരീരത്തിൽ കടന്നാൽ നമ്മൾ ചെയ്തതൊക്കെ വെറുതാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും. ഓക്കെ.